ഒരിക്കൽ വേടൻ പറയുകയുണ്ടായി, വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് കുടുംബത്തെ ഓർത്താണ്. സാമ്പത്തിക ഭദ്രത വന്നതിന് ശേഷമാണ് കുടുംബത്തെ ഒന്നിച്ചു കൂട്ടാൻ കഴിഞ്ഞത്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് കുടുംബം ഉണ്ടാക്കുന്നത്. എൻ്റെ അച്ഛനും ചേട്ടനും അനിയത്തിയും മാത്രമുള്ളതല്ല എൻ്റെ കുടുംബം. കറുപ്പ് റീകോർഡ്സ് എൻ്റെ കുടുംബമാണ്. എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പകുതി മുക്കാൽ കാര്യങ്ങളും നടക്കുന്നത്. ആ സങ്കടം മാത്രമാണ് എനിക്കുള്ളത്. എന്നെക്കുറിച്ചാലോചിച്ച് എനിക്ക് സങ്കടമില്ല. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരെ ബാധിക്കുമ്പോഴാണ് മാനസികമായി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കൂടാതെ സിനിമയേക്കാൾ വലിയ ഉയരത്തിൽ ഇൻഡി മ്യൂസിക് വളരണം. ബോളിവുഡ് തന്നെയാണ് ഉദാഹരണം. വലിയ അഭിനേതാക്കൾ ഒരു സ്ഥലത്തു വന്നു നിന്നാൽ ഉണ്ടാകുന്നതിനേക്കാൾ ആളുകൾ ഡിവൈനെ പോലുള്ള കലാകാരന്മാർ ഒരു സ്ഥലത്തു വന്നു നിന്നാൽ ഉണ്ടാകും. 2.5 മണിക്കൂർ സിനിമയേക്കാൾ പെട്ടെന്ന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് 2.5 മിനിറ്റ് പാട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയ്ക്കകത്ത് മാത്രമുള്ള ഒന്നായിട്ടാണ് മലയാളികൾ സംഗീതത്തെ കാണുന്നത്. കൊല്ലം ഷാഫി, മണിച്ചേട്ടനൊക്കെ ഇൻഡി മ്യൂസീഷ്യൻസാണ്. ഇപ്പോൾ ഇൻഡി മ്യൂസിക്കിൻ്റെ സമയമാണ്. വേടൻ വന്നപ്പോൾ ശുദ്ധസംഗീതം ഇല്ലാതാക്കി എന്നത് കൂടുതലും കമൻറ്റ് ബോക്സുകളിലാണ് കാണാറുള്ളത്. അത് ഞാൻ കാര്യമാക്കാറില്ല. ഞാൻ എൻ്റെ സംഗീതമാണ് ചെയ്യുന്നത്. അത് കേൾക്കാൻ ആളുകളുമുണ്ട്. ലോകത്ത് പുണ്യമായ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സംഗീതത്തിനും പുണ്യമായ ഒന്നുമില്ല. നമ്മുടെ വികാരങ്ങളുടെ പ്രകടനമാണ് സംഗീതം. നമ്മുടെ അനുഭവങ്ങളുടെ തുറന്നുകാട്ടലാണ് സംഗീതം. എനിക്ക് ജനങ്ങളെ കാണുന്നത് ഒരുതരം സന്തോഷം തരുന്ന കാര്യമാണ്. ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി പരിപാടി അവതരിപ്പിക്കാനുള്ള പ്രചോദനം മണിച്ചേട്ടനാണ്. ഒരുപാട് കാലം മുൻപേ മണിച്ചേട്ടൻ മാത്രമേ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവരുടെ കൂടെ ആടിപ്പാടി പരിപാടി അവതരിപ്പിച്ചിരുന്നുള്ളൂ. അത് അനുകരിക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊന്നും ചത്താലും അങ്ങനെ ഒരു പെർഫോമർ ആവാൻ സാധിക്കില്ല. 2.5 മണിക്കൂറൊക്കെ നിന്ന് പാടിക്കളയും മണിച്ചേട്ടൻ. ജനങ്ങൾക്ക് അത് ഇഷ്ടമാണ്. തൊഴിലെടുക്കുന്ന കുറേ അമ്മമാർക്ക് എന്നെ ഇഷ്ടമാണ്. അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. കൂടാതെ കൊണ്ടൽ എന്ന ഗാനം കൊല്ലം ജില്ലയിലെ 5 തെങ്ങിലെ മത്സ്യത്തൊഴിലാളികളുടെ കഥയാണ്. പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ എന്നത് അവിടുത്തെ ഒരു അമ്മ പറഞ്ഞ കഥയാണ്. മത്സ്യബന്ധനത്തിന് പോയാൽ ചിലര് തിരിച്ചു വരില്ല. മരിച്ചു പോയിട്ടുണ്ടാകും. അവരുടെ ബോഡി പോലും കിട്ടില്ല. ക്രിസ്തുമത വിശ്വാസികളാണ് അവിടെ കൂടുതലായി ഉള്ളത്. അവർ ഒരു കുഴിയെടുത്തിട്ട് അത് വെറുതെ മൂടിയിട്ട് മരിച്ച ആളുടെ പേര് എഴുതി വയ്ക്കും. അത് ആ വരികൾ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ എൻ്റെ പ്രണയമാണ് മോണലോവ. മോണലോവ എഴുതാനുള്ള കാരണം എൻ്റെ പ്രണയം തന്നെയാണ്. കാരണം ഒരുപാട് കാലം മുൻപേ ഹിപ്പ് ഹോപ്പ് മ്യൂസീഷ്യൻ എന്ന നിലയിൽ 2-3 പ്രേമ പാട്ടുകളെങ്കിലും ഉണ്ടായിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ശരിക്കും പ്രേമമുണ്ടാകുന്നത്. അത് ആ പാട്ടെഴുതാൻ ഊർജമായി. അങ്ങനെ 2 പ്രേമപ്പാട്ടെഴുതി. ഒന്ന് ഉടനെ പുറത്തിറങ്ങും. ഒരുപാട് പേർ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗത്തെ കഥകൾ ആരും കേട്ടിട്ടില്ല. അത് പറയാനുള്ള സാഹചര്യം എനിക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഞാൻ പറയും. ഇതേ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാനാണ് പോകുന്നത്. അവർ എന്നെ പൂർണ്ണമായിട്ടും അന്ന് കാണും.